മോർണിംഗ് എവ്രി വൺ. ഇന്ന് മെൽബണിൽ 15 ഡിഗ്രിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ജാക്കറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഉടനെ ചൂടാവും, ഇതിപ്പോൾ ജാക്കറ്റ് ഉടനെ ഊരേണ്ടിയും വരും. സോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 2 അപ്ഡേറ്റ്സ് കണ്ടു. അപ്ഡേറ്റ്സിനേക്കാൾ കൂടുതൽ ട്രോൾസ് ആണ് കണ്ടത്. അനൂപ് മേനോൻ മോഹൻലാൽ മൂവി എല്ലാവരും ഒന്ന് ഞെട്ടിയതുപോലെ തന്നെ ഞാനും ഞെട്ടി. പുള്ളി അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ചില സമയത്ത് ചില സാഹിത്യവും ഫിലോസഫിയും എല്ലാം കൂടെ പുള്ളി എടുത്തങ്ങ് വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി തൂവാന തുമ്പികൾ ഫാൻ കൂടെയാണ്. അപ്പോൾ എന്താണ് പടച്ചു വിടാൻ പുള്ളി പോകുന്നതെന്നുള്ളൊരു ടെൻഷൻ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷനെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ മൈ ഗോഡ് സൂര്യപ്രകാശ് ഓക്കെ, ഇപ്പം നല്ല ക്ലാരിറ്റി ആയി. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ദൃശ്യം 3 അതെന്നുവെച്ചാൽ ഒരു അപ്ഡേറ്റ് വിട്ടാൽ ഇങ്ങനെ വിടണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദൃശ്യം 3 കൊണ്ട് സന്തോഷിക്കുന്നത് കേരളത്തിലുള്ള ഫാൻസോ ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ അഭ്യുദയകാംക്ഷികളോ മാത്രമല്ല. ഇപ്പോൾ വെങ്കടേഷ് ഹാപ്പിയാണ്, തെലുങ്കാനയിൽ പുള്ളിയുടെ ഫാൻസ് എല്ലാം ഹാപ്പിയാണ്. ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ അടുത്ത ഹിറ്റ് എന്താ ഒസ്താനു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊരു പടം ഇറങ്ങിയില്ലേ, ബാവാ ടിങ്ക് ടിങ്ക് ടിങ്കടി, ആ പാട്ടൊക്കെയുള്ള പടം, അത് സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ പുള്ളിക്ക് അടുത്ത ഹിറ്റായി ദൃശ്യം 3. പുള്ളി ഓൾറെഡി സെറ്റാണ്. അജയ് ദേവ്ഗൺ, പുള്ളിക്ക് അങ്ങനെ വലിയ ഹിറ്റുകളും കാര്യമൊന്നുമില്ല. പുള്ളിയുടെ ജീവിതം തന്നെ ദൃശ്യം സീരീസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയും ഹാപ്പി. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം.